എല്ലാ നല്ലവരായ നിവാസികൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഇന്നത്തെ വാർത്തകളൊക്കെ ഒരു മലയാളിയെ സംബന്ധിച്ച് നമുക്കറിയാം, വേദനിപ്പിക്കുന്ന ഏറെ ആഴമുള്ള വേദനയുള്ള വാർത്തകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നു. എവിടെ നോക്കിയാലും സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത മേഖലയിലൂടെ കടന്നു പോകുന്ന വാർത്തകൾ. ഇന്ന് പ്രഭാതത്തിൽ നാം കേട്ട വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഓരോ നിമിഷവും എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. മനുഷ്യനല്ലാതായി മാറുന്ന വിവിധ കാഴ്ചകളൊക്കെ നാം കാണുന്നു. മനുഷ്യത്വമില്ലാതെ മനുഷ്യൻ പെരുമാറുന്ന ക്രൂരമായ സ്വഭാവങ്ങളും വൈകൃതമായ സ്വഭാവങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? മദ്യവും മയക്കുമരുന്നുമൊക്കെ വളരെ ലോഭമായി ഒഴുകുന്ന ഒരു സമയമാണ്. യുവതലമുറകൾ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു രീതിയിലും സമാധാനമില്ലാത്ത രീതിയിൽ ഏത് നിമിഷവും അപകടങ്ങളും ആപത്തുകളും ഒക്കെ, അത് അമ്മയാണെന്നോ അച്ഛനാണെന്നോ അല്ലെങ്കിൽ കൂടപ്പുറപ്പാണെന്നോ ഒന്നും ഒരു ബോധ്യമില്ലാതെ മനുഷ്യനല്ലാതെ വെറും വളരെ ലാഘവത്തോടെ മനുഷ്യനെ കൊന്നുതള്ളുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. സ്വസ്ഥമായി നമ്മൾ ഉറങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ പ്രതീക്ഷയോടെ നമ്മൾ പറഞ്ഞുവിടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കടന്നുവിടുന്നു. പിന്നെ അവരുടെ വാർത്തകളൊക്കെ കേൾക്കുന്നത് പത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായെന്ന് ലോബികളിലൊക്കെ പെട്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന വാർത്തകളാണ്. നമുക്ക് പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ യുവതലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. ഒരു കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങൾ എന്തെന്ന് പുറം ലോകം പോലും അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊണ്ട് ഒരു സഹോദരി 2 ദിവസമായിട്ട് അവിടെ മരിച്ചു കിടക്കുക. തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിഞ്ഞില്ല. അവരെ പുഴുവരിച്ച് മൃതദേഹം അഴുകിയപ്പോഴാണ് മറ്റുള്ളവർ അറിഞ്ഞത്. അതായത് സമൂഹം, ഒരു വീട് മറ്റു വീടുകളുമായി ബന്ധമില്ലാത്ത രീതിയിൽ, ഒരു വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ വാർത്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയാണ്. ഒരു മോൻ സ്വന്തം പിതാവിനെ അതിദാരുണമായി ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു വാർത്ത. വളരെ നാളുകളായിട്ട് ആ മാതാപിതാക്കൾ ആ മകനെ ഭയന്ന് ഒക്കെ ആ കുടുംബത്തിൽ ജീവിക്കുക. ഇതൊന്നും ഒരു മനുഷ്യനോട് തുറന്നു പറയുവാനോ മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് പറയുവാനോ ഷെയർ ചെയ്യാനോ ഒന്നും മനുഷ്യൻ തയ്യാറാകുന്നില്ല. കാരണം സമൂഹം അത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. മനുഷ്യനല്ലാതായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ വേദന കണ്ടാൽ ഒരു മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവിടെ എന്താണ് ആ കുടുംബത്തിൽ നടക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ സമൂഹം മാറിപ്പോയിരിക്കുന്ന ഈ വ്യവസ്ഥയിൽ, പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന് പറയുന്നതുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആശ്വസിക്കുവാൻ കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടോ? സന്തോഷകരമായ ഒരു വർത്തമാനം എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, സന്തോഷം തരുന്ന ഒരു വർത്തമാനമുണ്ട്. അത് സുവിശേഷമാണ്. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം തരാൻ കഴിയുകയുള്ളൂ, സന്തോഷം തരാൻ കഴിയുകയുള്ളൂ. സുവിശേഷം എന്നാൽ സത്വർത്തമാനം, സന്തോഷം തരുന്ന വർത്തമാനം എന്ന. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഈ ലോകത്തിലെ യാതൊരു സമസ്യകൾക്കും സന്തോഷം തരാൻ കഴിയാതിരിക്കുമ്പോൾ, സമാധാനം തരാൻ കഴിയാതിരിക്കുമ്പോൾ, ഞങ്ങൾ പറയുന്നു, യേശു നൽകുന്ന സമാധാനം വലുതാണ്. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനിലേക്ക് ആശ്രയിച്ചാൽ, മനുഷ്യരിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് യാതൊരു സമാധാനമോ സന്തോഷമോ കിട്ടാത്ത ഈ അന്തരീക്ഷത്തിൽ സമാധാനം നൽകുന്ന ഒരു വഴിയാണ് സത്യ സുവിശേഷം. സമാധാനം നൽകുന്ന ഒരു സന്ദേശമാണ് യേശുവിന്റെ സന്ദേശം. കാരണം യേശു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിന്റെ സമാധാനവും ലോകത്തിന്റെ വേദനകളും ഒക്കെ വർദ്ധിക്കുന്ന ഈ കാലയളവിൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനൊരു സത്യമുണ്ട്, സുവിശേഷത്തിനകത്തൊരു സന്ദേശമുണ്ട്, സുവിശേഷത്തിനകത്തൊരു സമാധാനമുണ്ട്. അത് യേശു നൽകുന്ന സമാധാനമാണ്. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആശ്വാസം നൽകാൻ കഴിയാത്ത ഈ ലോകത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത തക്കവണ്ണം ഒരു മനുഷ്യനെയും കാണാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആശ്വാസം നൽകുന്ന, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദനയിൽ, നിങ്ങൾ ഇന്ന് പോകുന്ന മനസ്സ് കയറുന്ന വിഷയത്തിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൽ, നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയിൽ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു സന്ദേശമാണ് സുവിശേഷത്തിനകത്തുള്ളത്. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നു, ഞാൻ എന്റെ സമാധാനം തരുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുന്നു. പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് നാം ചോദിക്കുന്നു. ഒരിക്കലും, ഒരുപക്ഷെ നൊന്ത് പ്രസവിച്ച ഒരു മാതാവും തന്റെ കുഞ്ഞിനെ മറക്കാതിരിക്കുമ്പോൾ, എന്നാൽ ഈ കാലഘട്ടം സൂചിപ്പിക്കുന്നു, ഇതെല്ലാം മാറിപ്പോകും. മനുഷ്യൻ നമ്മെ മറക്കും, മനുഷ്യൻ നമ്മളെ അനാഥത്വത്തിലേക്ക് തള്ളിവിടും, ഒരു മനുഷ്യന് നമുക്ക് ആശ്വാസം തരികയില്ല. എന്നാൽ യേശു പറയുന്നു, പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഈ മറക്കാത്ത, ആര് മറന്നാലും മറക്കാത്ത, സമാധാനം തരുന്ന,
തരുന്ന, ആശ്വാസം തരുന്ന കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എങ്കിൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ ഈ നിമിഷത്തിൽ പണിയപ്പെടുവാൻ കഴിയുന്ന യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങളാൽ, ഈ വാക്കുകളാൽ, ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.